അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 8-ാം അധ്യായമായിട്ടുള്ള അക്ഷരബ്രഹ്മയോഗത്തിൽ അർജുനൻ 7 ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണ് ബ്രഹ്മം? എന്താണ് അധ്യാത്മം? എന്താണ് കർമ്മം? എന്താണ് അതിഭൂതം? എന്താണ് അതിദൈവം? എന്താണ് അതിയജ്ഞം? ഈ മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ഈ അതിയജ്ഞൻ്റെ സ്ഥാനം, സ്ഥിരത എന്താണ്? ഇതൊക്കെ എന്താണ് എന്നായിരുന്നു അർജുനൻ്റെ ചോദ്യം. ഈ 7 ചോദ്യങ്ങളിലെ 7 സംശയങ്ങളിലെ ഒന്നാമത്തേതിന് ഭഗവാൻ ഉത്തരം നൽകി. ആദ്യത്തെ ഇതുകൊണ്ട് എന്താണ്? അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോധ്യാത്മമുച്യത്തെ ഭൂതഭാവോദ്ഭവകര വിസർഗ കർമ്മസംജ്ഞിത. ഒന്നാമത്തെ ഈ 8-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം കൊണ്ട് കുറച്ചെണ്ണത്തിന് മറുപടി പറഞ്ഞു. പക്ഷേ നമ്മളതിനെ ബ്രഹ്മത്തെ നമ്മൾ കണ്ടു. എന്താണ് ബ്രഹ്മം? അക്ഷരമാകുന്ന ബ്രഹ്മം. എങ്ങനെയാണ് ഈ അക്ഷരമാകുന്ന ബ്രഹ്മത്തെ അറിയേണ്ടത്, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളേണ്ടത്? വിസ്തരിച്ച് തന്നെ ഉപനിഷത്ത് ഉദ്ധരണികളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ 2 അവസ്ഥ. ഒന്ന്, കാരണമായിരിക്കുന്ന, ഇതിനെല്ലാറ്റിനും കാരണമായിരിക്കുന്നത് ഏതോ അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ കാണുന്നത് എന്താണ്? അത് കാര്യമാണ്. അതിനെ തന്നെയാണ് നമ്മൾ സഗുണവും നിർഗുണവും ഒക്കെ ആയിട്ട് മനസ്സിലാക്കിയത്. മറ്റൊന്ന് നമ്മൾ സ്വരൂപം എന്ന് പറയും. സ്വരൂപജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമാണ്. മറ്റേതിവിടെ പറയാൻ പോകുന്നുണ്ട്, സ്വഭാവം എന്താണ് എന്ന്. നമുക്ക് ആദ്യം ബ്രഹ്മം എന്ത് എന്നതിന് നമ്മൾ ചർച്ച ചെയ്തു. ഇന്നലെ മുഴുവൻ അത് തന്നെയായിരുന്നു. ബ്രഹ്മം എന്താണ്, എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളേണ്ടത്, ആ സഗുണമായ ഭാവത്തെയും നിർഗുണമായ ഭാവത്തെയും അറിയേണ്ടത്. അതിൽ നിന്ന് വേണം നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉപാസനകളും എല്ലാം ആ അറിവിലായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ പരമം അക്ഷരം ബ്രഹ്മ. തുടർന്ന് സ്വഭാവഃ അധ്യാത്മം ഇതി ഉച്യത്തെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിരുന്നു അർജുനൻ്റേത്, എന്താണ് ബ്രഹ്മം എന്നത്. ആ ബ്രഹ്മം ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമാണ്, ആധാരമാണ്. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ തുടങ്ങിയിട്ടുള്ള ഉപനിഷത്ത് ഉദ്ധരണികളെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ ആ ഭാഗം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമാകും. അതിൻ്റെ ആ ബ്രഹ്മത്തിൻ്റെ ലക്ഷണങ്ങളും പറയുകയുണ്ടായി. തുടർന്നുള്ള ചോദ്യമായിരുന്നു അർജുനൻ്റേത്, എന്താണ് അധ്യാത്മം എന്നത്. അതിന് ഭഗവാൻ ഇവിടെ പറയുകയാണ്, സ്വഭാവ അധ്യാത്മം ഇതി ഉച്യത്തെ. സ്വഭാവത്തെയാണ് അധ്യാത്മം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സ്വഭാവം? അപ്പോൾ ഒന്ന് സ്വരൂപമാണ്, സ്വരൂപമായിട്ടുള്ളതാണ് ബ്രഹ്മം. സ്വഭാവമാണ് അധ്യാത്മം എന്ന് പറയുന്നത്. അപ്പോൾ ജലം സ്വരൂപമാണെങ്കിൽ അതിൻ്റെ സ്വഭാവമാണ് എന്ത്? തിരമാല. അതുപോലെ അതിലുണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത്. അപ്പോൾ സ്വഭാവത്തിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിൽ തന്നെ ഉണ്ടായി, അതിൽ നിലനിന്ന് അതിലേക്ക് വിലയിക്കുന്നത് ഏതോ അതാണ് അതിൻ്റെ സ്വഭാവം. അപ്പോൾ ഈ സ്വഭാവം എന്താണ്? നാമരൂപാദികളായിട്ട് പ്രകടമായിട്ടുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ സ്വഭാവമാണ്. അപ്പോൾ ഇതാണ് ഭഗവാന്റെ ഈ രൂപത്തെ, ഇതേ തത്വത്തെ തന്നെയാണ് നമുക്ക് ഭഗവാന്റെ രൂപമായിട്ട്, ചിത്രമായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണത്? ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ ഗുരുവായൂരപ്പൻ്റെ ചിത്രം? അതെന്താ? അതിൽ കാണുന്ന നോക്കൂ, ഇതിൽ കാണുന്ന മാലകളുണ്ടല്ലോ,
എന്താ പറയുക, കൗസ്തുഭം, ശ്രീവത്സം, വനമാല. അപ്പോൾ കൗസ്തുഭം എന്താണ്? ബ്രഹ്മമാണ്. കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതി വിവർത്യജ എന്നാണ്. അപ്പോൾ കൗസ്തുഭത്തിന് എന്തിൻ്റെ സ്ഥാനമാണ്? ബ്രഹ്മത്തിൻ്റെ സ്ഥാനമാണ്, നിർഗുണമാണ്. അപ്പോൾ തത്പ്രഭ വ്യാപിനി സാക്ഷാത് ശ്രീവത്സമുരസാ വിഭു. അപ്പോൾ ശ്രീവത്സം എന്താണ്? അധ്യാത്മമാണ്. ശ്രീവത്സം എന്താണ്? സ്വഭാവമാണ്. അപ്പോൾ സ്വഭാവത്തിൽ എന്തുണ്ട്? വൈവിധ്യങ്ങളുണ്ട്. നാമരൂപാദികൾ പ്രകടമായി കഴിഞ്ഞു. അതാണ് സ്വഭാവം. ഇതി ഉച്യത്തെ. ഭൂതഭാവോദ്ഭവകര വിസർഗ കർമ്മസംജ്ഞിത. കർമ്മം എന്ന് പറഞ്ഞത് എന്തിനെയാണ്? ഈ വിസർഗത്തെ, സൃഷ്ടിയെയാണ്. എന്തിൻ്റെ സൃഷ്ടി? ഭൂതങ്ങളുടെ ഭാവത്തിന് കാരണമായിട്ടുള്ള സൃഷ്ടിയെയാകുന്നു കർമ്മം എന്ന് പറയുന്നത്. ഇതാണ് അർജുനൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. കർമ്മം എന്ന് പറയുന്ന പ്രക്രിയ, സൃഷ്ടി എന്ന് പറയുന്നത് അതാണ്. ആ സൃഷ്ടിയിലാണ്, സർഗത്തിലാണ് എന്തുണ്ടായിട്ടുള്ളത്? ഈ പറഞ്ഞ പ്രാണൻ. അതാണ് ഈ ബോധത്തിലെ ആദ്യത്തെ ചലനം, സൃഷ്ടി എന്ന് പറയുന്നതാണ് പ്രാണൻ. ശക്തിസ്പന്ദനം, പ്രാണസ്പന്ദനം. പിന്നീടാണ് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ആത്മാ എന്ന് പറയുന്ന ഈ ശരീരത്തിൻ്റെ തലത്തിൽ. ആത്മൻ ശബ്ദത്തിന് ശരീരം എന്നർത്ഥമുണ്ട്. അപ്പം ഇതൊക്കെ പ്രകടമാകുന്നത് ബോധത്തിലെ ശക്തിസ്പന്ദനം, അതുതന്നെയാണ് കർമ്മം. പിന്നീട് അതിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ള മനസ്സും ഇന്ദ്രിയങ്ങളും. പിന്നീടുള്ളത് എന്തൊക്കെയാണ്? ഇന്ദ്രിയ വ്യാപാരങ്ങൾക്കനുസൃതമായി ബാഹ്യലോകത്ത് കാണുന്ന ശബ്ദസ്പർശ രസരൂപഗന്ധാദികൾ. പിന്നെ അതിനോട് നമുക്കുണ്ടാകുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ, രാഗദ്വേഷങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് പടർന്ന് പന്തലിക്കുകയാണ് ഈ വിശ്വം. ഇത് മനസ്സിലാക്കുക നന്നായിട്ടൊന്ന് ചിന്ത ചെയ്യുന്നത് വളരെ നല്ലൊരു ഏർപ്പാടാണ്. ഇതൊന്നുമില്ലാതെയാണ് നമ്മളിത് ജീവിച്ചു പോരുന്നത് എന്നുള്ളതാണ് വേറൊരു കോമഡി. അപ്പോൾ ആദ്യത്തെ 3 ചോദ്യങ്ങൾ, ബ്രഹ്മം, അധ്യാത്മം, കർമ്മം. ഇനി അർജുനൻ്റെ ശേഷിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? അതിഭൂതം, അതിദൈവം, അതിയജ്ഞം. അതിൽ ദേഹത്തിൽ ഇവിടെ എങ്ങനെ നിലകൊള്ളുന്നു എന്നതാണ്. അതിന് ഭഗവാൻ 4-ാമത്തെ ശ്ലോകം കൊണ്ട് മറുപടി പറയുക. എന്താ പറയണത്? അതിഭൂതം ക്ഷരോ ഭാവഃ പുരുഷശ്ചാധിദൈവതം അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വര. ഹേ ദേഹഭൃതാം വര, ദേഹത്തെ ധരിച്ചിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ളവനെ അർജുന. ദേഹഭൃതാം വര, അർജുനനെ നമ്മളെയൊക്കെ സംബോധന ചെയ്യുന്നതാണ്. നമ്മളൊക്കെ എന്താണ്? ശരീരം സ്വീകരിച്ച ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരാണ് ഓരോരുത്തരും. പാപികളൊന്നുമല്ല, മഹാത്മാക്കളാണ്. പക്ഷേ നമ്മളത് ഒന്ന് അറിയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ല ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ല. നമുക്കെല്ലാം സാധ്യമാണ്. പക്ഷേ നമ്മളതിന് ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ തിരിച്ചറിവിലേക്ക് നമ്മൾ ഉയരുന്നുണ്ടോ എന്നതൊക്കെ ഒരു ചോദ്യമാണ്. അത് ആത്മവിശകലനം ചെയ്യേണ്ടതാണ്. മറ്റാർക്കും അത് സാധ്യവുമല്ല നമ്മളെ അങ്ങോട്ട് എടുത്ത് പൊക്കാൻ. ക്രെയിനൊക്കെ എടുത്ത് പൊക്കാൻ പറ്റുമായിരിക്കും, അല്ലാത്ത പൊക്കൽ നടക്കൂല എന്ന് പറയാം. അപ്പോൾ അതിഭൂതം ക്ഷരോഭാവഃ പുരുഷശ്ചാതിദൈവതം അതിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാം വര. ദേഹഭൃത്തുക്കളിൽ ദേഹമെടുത്ത അല്ലയോ വരേണ്യനായ അർജുന. ക്ഷരഭാവഃ, ക്ഷരം നാശം, നശ്വരം. ആ നശ്വരമായ
മാറ്റത്തിന് വിധേയമാകുന്ന ക്ഷണികമായ പല കാലയളവ് നമുക്കുണ്ടാക്കാം. നമ്മുടെ ക്ലോക്ക് ആയിരിക്കില്ല ഓരോന്നിനും. ഇവിടുത്തെ ഓരോ ജീവജാലങ്ങളുടെയും ക്ലോക്കും കലണ്ടറും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ ക്ഷരഭാവ, ഇതിൽ നശിക്കുന്ന ഭാവങ്ങൾ ഏതാണോ അതാണ് അതിഭൂതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിഭൂതം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിലെ സകലതും അതിഭൂതമാണ്. അതെന്താണ്? നാശമുള്ളതാണ്. ആ നാശമുള്ളത് എന്താണ്? നാമരൂപാദികളാണ്. അത് യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ടാണ് അതിനെ ക്ഷരം എന്ന് പറഞ്ഞത്, നശ്വരം എന്ന് പറഞ്ഞത്. ആ നശ്വരമായ ക്ഷണികമായ ഭാവത്തെ, താൽക്കാലികം നിലനിൽക്കുന്ന ഒരു ഉണ്മ, ആ ഭാവത്തെയാണ് അർജുന അതിഭൂതം എന്ന് പറയുന്നത്. അപ്പോൾ ആ അതിഭൂതം എന്ന് പറയുന്നത് ഈ വിശ്വത്തിൽ എന്തിനാണ് എന്ന് ചോദിച്ചാൽ എല്ലാം, ഈ പ്രപഞ്ചമേ അതിഭൂതമാണ്. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, നിലനിൽക്കുന്നു, ഇല്ലാതെയാകുന്നു, അതൊക്കെ ഈ പറഞ്ഞ 3 വിധേയമാണ്. മറ്റേതെന്താണ്? സതാണ്. അത് കാലത്രയേബി യത് തിഷ്ഠതി തത് സത്, 3 കാലത്തും മാറാതെ നിലനിൽക്കുന്നത്. അതാ ബ്രഹ്മം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് അതിഭൂതം. ഈ അതിഭൂതത്തെ മായ എന്ന് പറഞ്ഞുകൂടെ പറയാം. അപ്പം ഇതൊന്നും മനസ്സിലാക്കി ഓരോ കോണ്ടസ്റ്റിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ ഇല്ല. ഈ അതിഭൂതം എന്നൊക്കെ കേട്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിഭൂതം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭൂതങ്ങളിൽ തന്നെ ഒരു പ്രത്യേക ജാതി വെറൈറ്റിയാണ്. അപ്പോൾ അതിനെ കുപ്പിയിലാക്കണമെങ്കിൽ, അതിനെ കുടിയിരുത്തണമെങ്കിൽ വേറെ ചില കർമ്മങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഈ കർമ്മികളായിട്ടുള്ള ആരോടെങ്കിലുമൊക്കെ പോയിട്ട് നിങ്ങൾ അതിഭൂതം എന്താണെന്ന് ചോദിച്ചു നോക്കൂ. അതൊരു വിശേഷപ്പെട്ട ഭൂതമാണ്. ഈ സാധാ ഭൂതങ്ങളെയൊക്കെ നമുക്ക് പിടിച്ച് ഇതിന് കുറച്ച് ചിലവ് കൂടുമെന്ന് പറയാം. ഇതിന് ചിലവ് കൂടും. എന്താ ഇതിൻ്റെ ചിലവ്? ഇതാണ് ഇതിൻ്റെ ചിലവ്. എന്തൊക്കെ നമ്മളൊക്കെ അതിഭൂതത്തിൽപ്പെട്ടതാണ്. എന്നാൽ നമുക്കതല്ലാത്തൊരു അവസ്ഥയില്ലേ? ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് വെള്ളമെടുത്ത് ഫ്രീസറിൽ വെച്ച് അതിനെ ഒരു ഐസ് ക്യൂബ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് വെള്ളം എന്ന് പറയില്ലല്ലോ. അതൊരു ഐസ് ക്യൂബാണ്. അതെടുത്ത് അത് നല്ല വലിയ ഒരു ഗ്ലാസ് തന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് വന്നിരിക്കട്ടെ, അല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ, മിൽമയുടെയൊക്കെ പാല് കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് കവർ കഴുകിയിട്ട് ദ്വാരം ഇട്ടിട്ട് അതിൽ മുഴുവൻ വെള്ളം നിറച്ചിട്ട് നീ അതും വേണ്ട, ഒരു മിൽമ പോട്ടെ പാല് അല്ലെങ്കിൽ വെള്ളം ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ചു, ഒന്ന് കെട്ടിയിട്ടൊരു ഫ്രീസറിൽ വെച്ചു. അത് നല്ല ഫ്രീസായി കഴിഞ്ഞാൽ അതിനെ ആ കവറിനെ അങ്ങോട്ട് കീറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്താ? അതൊരു ഐസാണ്. അതെടുത്തൊരാളുടെ തലയ്ക്ക് എറിഞ്ഞാലോ, മർമ്മസ്ഥാനത്താണ് കൊണ്ടതെങ്കിൽ അയാൾ മരിക്കാനത് കാരണമാണ്. ഒരു മിൽമ കവറിലുള്ള വെള്ളം കൊണ്ട് ഞാൻ അയാളെ തലയിൽ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കുമോ? അതില്ല. അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിക്കഴിഞ്ഞ്. ഇങ്ങനെ രൂപവും ഭാവവും ഒക്കെ മാറി നിൽക്കുന്ന, എന്നാൽ റോട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് അത് വെള്ളമായി പോവുകയും ചെയ്യും. വെയിൽ കൊണ്ടത് ആവിയായി തീർന്നു. ഇതുപോലെ എല്ലാം നാശമുള്ളതാണ്. എന്ത്? ഈ പറഞ്ഞ അതിഭൂതം എല്ലാം നശിക്കുന്നതാണ്. അപ്പം ഇത് ഏതാണ് ഈ ഭൂതം എന്ന് ചോദിച്ചാൽ ഇതാണ് ഈ ഭൂതം. ഭൂസത്തായ ഉണ്ടായതൊക്കെ ഭൂതങ്ങളാണ്. അപ്പോൾ ബ്രഹ്മം, അധ്യാത്മം, കർമ്മം, അതിഭൂതം,
ദേഹഭൃതാം വരാക്ഷരഭാവ അതിഭൂതം പുരുഷാഹ അതിദൈവതം ച. എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം, ഇതിനെയൊക്കെ അതാക്കി നിലനിർത്തുന്നത്, ഏതൊന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ല, ഒരു ചൈതന്യമുണ്ട്. വൈദ്യുത ഉപകരണങ്ങളിൽ വൈദ്യുതിയുടെ സാന്നിധ്യത്തിൽ ഈ ഉപകരണങ്ങൾ സജീവമാകുന്നത് പോലെ സകല ജീവജാലങ്ങളെയും സദാ ജീവസുറ്റതാക്കി നിർത്തുന്ന ചൈതന്യം, അതെന്താണ്? അതിദൈവതം. അതിൻ്റെ പേരാണ് അതിദൈവതം. മറ്റതെന്താണ്? അതിഭൂതം. ഇനി അത്ര ദേഹേ, നീ ചോദിച്ചില്ലേ ഇതിൽ ശരീരത്തിൽ ഇത് എവിടെയാന്ന്? അവിടെ അഹം, ഞാൻ തന്നെയാണ്. അത് ഞാനായിട്ട്, നാശമില്ലാത്തവനായിട്ട് ഞാൻ ഓരോ ദേഹത്തിലും വർത്തിക്കുന്ന സമയത്ത് അതിയജ്ഞ, ഞാനാകുന്നു ഈ അതിയജ്ഞൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ അർജുനൻ്റെ ഈ 7 ചോദ്യങ്ങളിൽ, ആ 7 ചോദ്യങ്ങളെ നന്നായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കി പോകേണ്ടതായി. ഒരു തുടർച്ചയായിട്ട് മുൻ അധ്യായങ്ങളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചേർത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി, ഇത് നമ്മൾ അങ്ങനെ പഠിച്ചു പോകുന്ന ഒരു പ്രഭാഷണ പരമ്പര ആയതുകൊണ്ട് ഇതിൽ വലിയൊരു ശതമാനം ആളുകളും ഇതിനെ വളരെ ഗൗരവത്തിൽ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ടും, ഇത് ഇടയ്ക്കിടയ്ക്ക് കേട്ടു പോവുക എന്നുള്ളതല്ലല്ലോ, അതും എന്തെങ്കിലും ആവട്ടെ. ഭഗവാൻ പറഞ്ഞതുപോലെ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്, അസ്യ ധർമ്മസ്യ സ്വൽപ്പമപി, ഈ ധർമ്മത്തിൻ്റെ ഒരല്പമാണെങ്കിലും അത് വലിയ ഭയത്തെ തീർക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 7 കാര്യങ്ങൾക്ക് ഇപ്പോൾ ഭഗവാൻ മറുപടി കൊടുത്തു. അപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിരിക്കുന്ന പരമാത്മാ എന്നൊക്കെ ഏതിനെയാണോ പറയുന്നത്, അതാകുന്നു ബ്രഹ്മം. അത് തന്നെയാണ് നാമരൂപാദികളായിട്ട് പ്രകടമാകുന്ന സമയത്ത് പ്രത്യേകാത്മാവ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അധ്യാത്മം എന്ന് പറയുന്നത്. ഇനി ആ അധ്യാത്മത്തിൻ്റെ, അപ്പോൾ അവിടെ എന്തായി? ജീവനായി, മനസ്സായി, ഇന്ദ്രിയങ്ങളായി, ഇതൊക്കെയായി പ്രകടമായി കഴിഞ്ഞു. ആ പ്രകടമാകുന്ന വ്യാപാരമാണ് എന്താണ്? കർമ്മം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കർമ്മത്തിൻ്റെ ഫലം ഏതായിട്ടുള്ളതാണോ? കർമ്മഫലങ്ങൾ നശ്വരമാണ്. ആ നശ്വരമായിട്ടുള്ളതാണ് അതിഭൂതമായി പറഞ്ഞത്. ഇനി അതിൽ നാശമില്ലാത്ത അനശ്വരനായിട്ടുള്ള പുരുഷൻ, സർവദേഹങ്ങളിലും വസിക്കുന്നവൻ, അവനാണ് അതിദൈവമായിട്ട് പറഞ്ഞത്. ആ ദൈവത്തിനെ സങ്കല്പിച്ചു കൊണ്ടിട്ടുള്ള യജ്ഞങ്ങൾ, അതിയജ്ഞം, അതിൻ്റെ ഭോക്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാനാണ്. ഈ രഹസ്യം ഭഗവാൻ 4-ാം അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു. എന്താണ്? ഓമില്ല അവിടെ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിന. അർപ്പണം ബ്രഹ്മ, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മമാകുന്ന അഗ്നിയിൽ, അർപ്പണമാകുന്ന ആ കർമ്മം തന്നെ ബ്രഹ്മമാണ്. സർവത്തെയും ബ്രഹ്മമയമാക്കുന്ന, ബ്രഹ്മമയമായി കാണേണ്ടുന്ന ബ്രഹ്മപൂജ എന്ന് പറയുന്ന, അത് വിസ്തരിച്ച് 4-ാം അധ്യായത്തിലെ ആ സന്ദർഭത്തിൽ പറഞ്ഞു. അങ്ങനെ യജ്ഞങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ പ്രകരണം അതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ 8-ാം അധ്യായത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അർജുനൻ ഈ ചോദ്യങ്ങളെ കുറേയും കൂടെ
നമുക്കൊക്കെ വേണ്ടി കൂടുതൽ കൂടുതൽ നമ്മളെ ബോധിപ്പിക്കുന്നതിനും ഉറപ്പിക്കുന്നതിനും വേണ്ടി പല വഴികളിലൂടെ ചോദിക്കുന്നു. ഭഗവാൻ അതിന് വ്യത്യസ്തമായ രീതിയിൽ ഇതിലേക്ക് തന്നെ എത്തിക്കുന്ന, ഇതിൽ തന്നെ പിടിച്ചു കെട്ടുന്ന ഒരേർപ്പാട് ഭഗവാൻ ചെയ്യുന്നു, ഗീത ചെയ്യുന്നു, ഗീതയിലൂടെ. അപ്പോൾ അവിടെ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മസമാധിന. അപ്പോൾ അവിടെ ഏതൊന്നാണോ ബ്രഹ്മകർമ്മസമാധിന എന്ന് പറഞ്ഞത്, അത് ഇവിടെ അതിൻ്റെ ഭോക്താവും ഫലദാതാവും ഞാൻ തന്നെയാണ്. എന്താണ്? അത്ര ദേഹേ അഹമേവ അതിയജ്ഞ. അപ്പം ഇതാണ് ഗീതയുടെ ആരംഭത്തിൽ പറയുന്ന ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും. അപ്പം ധർമ്മക്ഷേത്രത്തിൽ ആരാണ്? ഭഗവാനാണ്. കുരുക്ഷേത്രത്തിലോ നമ്മുടെ രാഗദ്വേഷങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ ഇത്യാദികളിൽ നിന്ന് നടക്കുന്ന നമ്മുടെ കർമ്മക്ഷേത്രം തന്നെയാണ് കുരുക്ഷേത്രം. ഒന്ന് നശിക്കാത്തത്, മറ്റതോ നശിക്കുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കുന്നത്, നാശമുള്ളത് എന്നാണ്. ക്ഷയാത്, ക്ഷീയതേ. ധർമ്മമോ ക്ഷയിക്കാത്തത്. ഇരുട്ടവും പ്രകാശവും ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുത്തിരിക്കുക, സെൽഫി എടുത്തതാ. നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും. കേൾവിയിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്, ശരിയാ. അതാണ് ധർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ധർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്. ക്ഷേത്രശബ്ദം നശിക്കുന്നതും ധർമ്മശബ്ദം നശിക്കാത്തതുമാണ്. നമ്മുടെ ശരീരമൊക്കെ നശിക്കുന്നതാണെങ്കിലും നശിക്കാത്ത ഒരു ഉണ്മ നമുക്കുണ്ട്. നാശമുള്ള ഒരു ഞാനുണ്ട്, നാശമില്ലാത്ത ഒരു ഞാനുണ്ട്. ഈ നാശമുള്ള ഞാനിനോട് ഞാനിങ്ങനെ താതാത്മ്യപ്പെട്ട് നിൽക്കുന്നതിൽ നിന്നാണ് എനിക്ക് എന്തുണ്ടാവുന്നത്? ഭയവും ഈ പറഞ്ഞ വികാര വിചാരങ്ങളിൽ പെട്ട് ഉഴലുന്നത്, ദുരിതങ്ങൾ അനുഭവിക്കുന്നതൊക്കെ ഈ നാശമുള്ള ഞാനാണ്. അമൃതസ്വരൂപനായിട്ടുള്ള നാശമില്ലാത്തൊരു ഞാനുണ്ട്. ആ ഞാനിനെ സംബന്ധിച്ചോ ഈ വൃദ്ധിക്ഷയങ്ങളും വേവലാദികളും ഒന്നും വേണ്ടതില്ല. അതാണ് ശരിയായ ഞാൻ. ആ ഞാനിനെയാണ് ഇവിടെ ഭഗവാൻ എന്തു പറഞ്ഞത്? അഹമേവ അധിയജ്ഞഃ. ആ അധിയജ്ഞനെ അത് ഭഗവാൻ പറയുമ്പോൾ, ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാൻ എന്ന് പറഞ്ഞ് നമ്മളിൽ നിന്ന് അന്യനായിട്ട് കാണരുത്. അതാണ് ഞാൻ എന്ന് നമ്മൾ സാക്ഷാത്കരിക്കണം. ആ അധിയജ്ഞനെ കുറിച്ച് പറയുന്നതാണ് ഹസ്താമലകൻ പറയുകയാണെങ്കിലും. എല്ലാറ്റിലുമുള്ള ചോദ്യത്തിൻ്റെ ഈ വേദാന്ത ചിന്തയിലെല്ലാം വരുന്നത് അതാണ്. ആരാണ് നീ? ആരാണ് നീ? എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകണു എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞത്? നാഹം മനുഷ്യോ നജ ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ന ബ്രഹ്മചാരി ന ഗൃഹി ന മനസ്ഥ ന ഭിക്ഷു നിജബോധരൂപ. അപ്പോൾ മറ്റതൊന്നും ഞാനല്ല. ഞാൻ അവിടെ നിജബോധമാണ് എന്ന് പറയുമ്പോൾ ഞാൻ അധിയജ്ഞനാണ്. നാഹം മനുഷ്യോ നജ ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ബ്രഹ്മചാരി ഗാർഹസ്ഥ്യ വാനപ്രസ്ഥ സന്യാസി, ഇതൊന്നും ഞാനല്ല. ഇത് തന്നെ മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം. അപ്പം ഈ മറ്റ് സംഗതികളിൽ നിന്നെല്ലാം
എങ്ങനെയാണോ എന്നിൽ നിന്ന് ഇതെല്ലാം എന്നെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഞാനതല്ല. നമ്മളിത് എപ്പോഴും ഈ വ്യവഹാരത്തിലെ ഈ ശബ്ദങ്ങൾക്ക് ഉള്ള അർത്ഥം കൽപ്പിച്ച് അതിനെ ഒരു വൈകല്യമുള്ളതാക്കി തീർക്കും. അതാണ് ഒരു പ്രശ്നം. ഉള്ളത് ഇല്ലാത്തത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുക. ഇത് കുറച്ചുകൂടെ നിങ്ങളൊന്ന് ആഴത്തിലേക്ക് ഇതിനെ മനനത്തിന് വിധേയമാക്കണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ സൂര്യോദയത്തിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും ഉദാഹരണം പറഞ്ഞത്. അതൊരു നല്ല ഒരു പ്രപഞ്ച സത്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളതാണല്ലോ. അത് നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ലല്ലോ. ഈ വ്യാവഹാരിക സത്യവും പാരമാർത്ഥിക സത്യവും അത്രയേ ഉള്ളൂ. അത് ഭൂമിയെ സംബന്ധിച്ചും പലതിനെ സംബന്ധിച്ചും. ഇനി തുടർന്ന് ഭഗവാൻ ഈ 7 ചോദ്യങ്ങൾക്ക് ഭഗവാൻ ഉത്തരം നൽകിയതിനു ശേഷം തുടർന്ന് പറയുന്നു, അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യഃ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. അർജുന, അന്ധകാലേ ച മാം ഏവ സ്മരൻ മുക്ത്വാ കളേബരം യഃ പ്രയാതി സമദ്ഭാവം യാതി നാസ്തി അത്ര സംശയ. യഹ, യാതൊരുവനാണോ അന്ധകാലേ ച മാം ഏവ സ്മരന്, അവസാന സമയത്ത് അവൻ്റെ ഈ ജീവൻ ഉപേക്ഷിക്കുന്ന സമയത്ത് എന്നെ സ്മരിക്കുന്നത്, മാം ഏവ സ്മരന്, എന്നിട്ടോ കളേബരം മുക്ത്വാ പ്രയാതി, ശരീരത്തെ ഉപേക്ഷിക്കുന്നത്, മദ്ഭാവം യാതി, അവൻ എൻ്റെ അവസ്ഥയെ പ്രാപിക്കും. അത്ര ന സംശയ അസ്തി. ഈ വിഷയത്തിൽ നിനക്കെന്തു വേണ്ട? സംശയം വേണ്ട. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നതെന്നറിയോ? നമ്മളിൽ വലിയ ഒരു ശതമാനം ആളുകളും കരുതും, എൻ്റെ അവസാന സമയത്ത് ഞാൻ എന്തായാലും ഭഗവാനെ ഭജിക്കും, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ ഈ ലോകം വിട്ടു പോവുക. നല്ലത്, നിങ്ങളങ്ങനെ ഒരു തീരുമാനം എടുത്തോളൂ. പക്ഷേ ഈ അവസാന സമയത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ്? ആർക്കാണത് നിശ്ചയിച്ചുറപ്പിച്ച് പറയാൻ പറ്റുന്നത്? എൻ്റെ അവസാന സമയം ഇതാ ഇപ്പോഴാണ് എൻ്റെ അവസാന സമയമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പൂർണ്ണമായി പറ്റില്ലേ എന്ന് ചോദിച്ചാൽ അത് അനുഭവിക്കുന്ന നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ച് ചിലപ്പോൾ തോന്നും, എൻ്റെ സമയം ആയി എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ എത്രയോ ആളുകൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ യാഥാർത്ഥ്യത്തോട്, ആ പ്രപഞ്ച സത്യത്തോട്, ആ ബോധസ്വരൂപനായിരിക്കുന്ന ആ സത്യത്തോട് ഈ മതവിശ്വാസങ്ങളൊന്നുമില്ലാത്തവർക്കുണ്ട് ഇതൊക്കെ. മരണം എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പം ഇത് എപ്പോൾ, എവിടെ, എങ്ങനെ, മരണത്തിൻ്റെ കാര്യത്തിലും ജനനത്തിൻ്റെ കാര്യത്തിലും അതിന് വിധേയമാകുന്ന ആളോട് ചോദിച്ചിട്ടല്ല ഇത് നടക്കുന്നത്. അതുകൊണ്ട് ഇത് സദാ ഈ ഒരു ചിന്ത വേണമെന്നാണ്. അപ്പം ഈ ചിന്ത മാത്രമായാൽ എങ്ങനെ മറ്റു ചിന്തകളൊക്കെ ശരിയാവും? ഞാനൊരു കാര്യം ചെയ്യുമ്പം ആ ചിന്ത, ഈ ചിന്ത, ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവും? അതാണ് ശരിയാവുക. കാരണം ഇത് അതിൽ നിന്ന് അന്യമായതല്ല. അതാണ് ആദ്യം അറിയേണ്ടത്. ഇത് ഏതോ കാലത്ത്, ഏതോ ദേശത്ത് നിങ്ങളിതിനെ ദൂരെ നിർത്തിയതാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ശ്രദ്ധയാ എന്ന് പറയുന്നത്. അത് ഏതിലാണെങ്കിലും, ഏത് കർമ്മവും, നിങ്ങൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സംസ്കാരത്തിലൊക്കെ, നമ്മുടെ സംസ്കാരത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തുണ്ട്. നിങ്ങളിപ്പോൾ ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ, ആക്ഷി എന്നും പറഞ്ഞ് തുമ്മിയാൽ തൊട്ടടുത്തുള്ള ഇപ്പോൾ
അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ എവിടെന്നെങ്കിലും ആണെങ്കിൽ തൊട്ടടുത്തുള്ള ആൾ നിങ്ങളുമായിട്ട് ഒരു പരിചയം ഉണ്ടാവണം എന്നില്ല, അയാൾ എന്താ പറയാന്ന് പറയും, ഗോഡ് ബ്ലസ് യു എന്ന് പറയും. എന്താണ്, ആ തുമ്മലിൽ നമ്മൾ തട്ടിപ്പോയാൽ രക്ഷപ്പെടട്ടെ എന്നാണ്. അവിടെ ഒരു ഈശ്വരചിന്ത കൊണ്ടുവരിക. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെയാണല്ലോ, കൃഷ്ണ എന്ന് പറയും. ഭഗവാൻ രക്ഷിക്കട്ടെ എന്നൊന്നും പറയില്ല, എന്നാലും കൃഷ്ണ എന്ന് കേൾക്കുന്നവർ പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും. ആ ഓ ഭഗവാനെ കൂട്ടുവായിട്ടുകൊണ്ട് പറയും, അമ്മേ ഭഗവതി ഓ രക്ഷിക്കണേ എന്നാ. എന്താ അത്, തട്ടിപ്പോയാൽ എന്നുള്ള അതൊരു നമ്മുടെ ഒരു സംസ്കാരമായി വരികയാണ്. അപ്പോൾ ഒരു സ്മരണ. ഇതാണല്ലോ അജാമിളിൻ്റെ കാര്യത്തിൽ പറയുന്നത്. നാരായണ എന്ന് വിളിച്ചപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് നാമമഹിമയെ പറയുന്നത് അതാണ്. നാമം ആ വൃത്തിയെ ഉണ്ടാക്കണം, ആ ചിന്തയെ രൂപപ്പെടുത്തണം. അപ്പോൾ അവൻ എന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റമില്ലാത്തതിൽ അവൻ നിലകൊള്ളും. അതാണ് അവൻ്റെ ഈ ശരീരം അവൻ വിട്ടുപോകുമ്പോൾ എന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ ഈ ശരീരത്തിൻ്റെ നാശത്തിൽ അവൻ നശിക്കുന്നില്ല. അവന് ഉത്തമ ബോധ്യമാണ് ഞാൻ ശരീരമല്ല എന്നത്. ആ ഉണ്മയിൽ, ആ സത്യത്തിൽ, സതിൽ അവൻ എന്ത് ചെയ്യുന്നു, വിരാജിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ അവസ്ഥാത്രയ സാക്ഷി, ആത്മാവിനെ ലക്ഷണം പറയുമ്പോൾ അവസ്ഥാത്രയ സാക്ഷി സൻ എന്ന് പറയുന്നിടത്ത് അവസ്ഥാത്രയങ്ങൾ എന്തൊക്കെയാണ്, ജാഗ്രത് സ്വപ്ന സുഷുപ്തിയാണ്. അപ്പോൾ ഞാൻ കണ്ടു ഞാൻ കേട്ടു എന്ന് പറയുന്ന ഒരു ഞാനുണ്ട് ജാഗ്രത അവസ്ഥയിൽ. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ഒരു ഞാനുണ്ട്. ഞാനൊന്നും അറിഞ്ഞില്ല സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഞാനുണ്ട്. ഈ അവസ്ഥകൾ ജാഗ്രത മാറി സ്വപ്നം വന്നു, സ്വപ്നം മാറി സുഷുപ്തി വന്നപ്പോഴൊക്കെ മാറാത്തൊരു ഞാനുണ്ട് ബോധമായിട്ട്. അതാണ് സർവ്വദേഹത്തിലും അതിയജ്ഞനായിട്ട്, അതിദൈവമായിട്ട്, നേരത്തെ പറഞ്ഞു ഭഗവാൻ എന്താ പറഞ്ഞത്, അതിയജ്ഞനായിട്ട്, അതിയജ്ഞനായിട്ട് നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അതിദൈവം അതിയജ്ഞമാകും. അപ്പം അവൻ എന്തില്ല, അതിൽ സംശയ നാസ്തി, അതിൽ അർജുന നിനക്ക് സംശയത്തിൻ്റെ കാര്യം വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഏർപ്പാട് നടക്കുന്നത്, അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ എന്നാണെങ്കിൽ ഭഗവാൻ അതിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നു. അർജുന, നിനക്ക് ഞാൻ നാളെ ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.